CPM ഇപ്പോൾ ഒരു വലിയ ഊരാ കൊടുക്കപ്പെട്ടിരിക്കുകയാണ് ഇടതുമുന്നണിയാകെ. അതിനുള്ള കാരണം അവര് നടത്തിയ തെറ്റായ പ്രചരണങ്ങൾ തന്നെയാണ്. അവര് കാടടച്ച് വെടിവെച്ചു. NEP വന്നപ്പോ കാടടച്ച് വെടിവെച്ചു, കള്ളപ്രചരണം നടത്തി. ആ പ്രചരണം മത്സരബുദ്ധിയോടെ CPI-യും CPM-ഉം എടുത്തു. ഇപ്പൊ അവർക്ക് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വന്നു. CPI-ക്ക് വൈകിപ്പിക്കാം, നീട്ടിവെക്കാം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. വൈകിപ്പിക്കാമായിരിക്കും 2-3 മാസം, പക്ഷെ കേരളം എന്തായാലും ഇത് നടപ്പാക്കേണ്ടി വരും. യെസ്, ഇതാണ് BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതികരണം. കേരളം എന്തായാലും ഇത് നടപ്പിലാക്കേണ്ടതായി വരുമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് സർക്കാർ അധികാരത്തിലേറിയാൽ പോലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതായി വരും എന്നാണ്. മാത്രമല്ല, കോടിക്കണക്കിന് രൂപയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കേരളത്തിനും അത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ഈ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ ലഭിക്കും. അത് വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചെലവഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കേരളത്തെ പോലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ചില സ്റ്റാൻഡേർഡുകൾ, അതായത് കേന്ദ്രം അനുവദിക്കുന്ന ചില സ്റ്റാൻഡേർഡുകളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയരുകയും ചെയ്യും എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത്. അതേസമയം CPIM-നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുകയും അതേസമയം പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെയും നിരവധി തവണ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതാണ്. സ്വാഭാവികമായും ഓർമ്മയുണ്ടാകും, സ്വാശ്രയ കോളേജുകൾ ആരംഭിച്ച കാലഘട്ടത്തിൽ അതിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ. അത് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെ ആയിരുന്നു എന്ന് മാത്രമല്ല, ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ അത്രമേൽ വലിയ പ്രതിഷേധങ്ങളാണ് നടത്തിയത്. മാത്രവുമല്ല, സഖാവ് പുഷ്പനെയൊന്നും CPM-കാർക്ക് പോലും മറന്നു പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരണപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. അദ്ദേഹം ജീവിക്കുന്ന രക്തസാക്ഷിയായി CPIM നിലനിർത്തിക്കൊണ്ടുവന്നിരുന്നു, സംരക്ഷിച്ചു വരികയും ഒക്കെ ചെയ്തതാണ്. അവിടെയും സ്വാശ്രയ കോളേജിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. പിന്നീട് ആ നിലപാടിൽ നിന്ന് മാറുന്നു. നേതാക്കളുടെ മക്കൾ ഉൾപ്പെടെ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നു. ഇപ്പോഴും MV ഗോവിന്ദൻ ഏതാണ്ട് സമാനമായ ഒരു പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. അതായത് സർക്കാരിന് CPIM-ന്റെ എല്ലാ നയങ്ങളും പോളിസികളും പിന്തുടരാൻ സാധിക്കില്ല. കാരണം സർക്കാർ എന്ന സംവിധാനത്തിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അല്ലാതെ പാർട്ടി തീരുമാനങ്ങൾ അതേപടി നടപ്പിലാക്കുക എന്നതല്ല സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ജനക്ഷേമം, ജനങ്ങളുടെ നന്മ എന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു പശ്ചാത്തലത്തിൽ എല്ലാം നടപ്പിലാക്കുക എന്നത്, അതായത് CPIM പറയുന്ന എല്ലാം നടപ്പിലാക്കുക എന്നത് അസാധ്യമാണ് എന്നാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം. CPM-ന്റെ ഔദ്യോഗികമായ പ്രതികരണം സ്വാഭാവികമായും MV ഗോവിന്ദന്റെ പ്രതികരണം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പ്രതികരണം ആണ് CPIM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന തെറ്റിദ്ധാരണ വേണ്ട. അതാണ് ഗവൺമെൻറ്റിൻ്റെ പരിമിതി. എന്നാൽ ഈ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാവും, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാനാവും. അതാണ് സവിശേഷമായ ഇന്നത്തെ പരിതസ്ഥിതിയിലുള്ള നമുക്ക് ചെയ്യാനാവുന്ന ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു ഭാഗത്ത് പരിമിതിയുണ്ട്, മറുഭാഗത്ത് അവസരമുണ്ട്. അവസരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക, പരിമിതി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് 57-ലെ സഖാവ് EMS-ന്റെ ഗവൺമെൻറ് ആദ്യമായിട്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോക ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ EMS പറഞ്ഞത്. അങ്ങനെയാണ് MV ഗോവിന്ദൻ സഖാവ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയും ശൈലിയും ഒക്കെയാണ്. അദ്ദേഹം താത്വികമായ പല കാര്യങ്ങളും അപഗ്രഥിക്കും, അതിനെ ചരിത്രത്തിൻ്റെ കൂട്ടുപിടിക്കും. അങ്ങനെ ഇന്നലകളിൽ എതിർത്തതിനെ ഇന്ന് പിന്തുണയ്ക്കുമ്പോൾ അതിനൊരു ന്യായീകരണം സൃഷ്ടിച്ചെടുക്കും. രാഷ്ട്രീയം എപ്പോഴും അങ്ങനെയാണ്, അതിന് നാളെയും അങ്ങനെ തന്നെയായിരിക്കും. പല പദ്ധതികളും ഇപ്പോൾ ഇതാ ദേശീയപാത വികസനവും ഒക്കെ ആയി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ ദൈനംദിനം കാണുന്നതാണ്. പലയിടത്തും പല ഫ്ലെക്സുകളും ഒക്കെ പതിച്ചത് നമുക്കറിയാം. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ദേശീയപാതയ്ക്ക് വീതി കൂട്ടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് കേന്ദ്ര സർക്കാരിനെ സമീപിച്ച ഒരു ചരിത്രം കൂടിയുണ്ട് നമുക്ക്. അതിൽ എല്ലാ പാർട്ടികൾക്കും ഒരേ സ്വരം തന്നെയായിരുന്നു, ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമൊക്കെ. അന്ന് പ്രധാനമന്ത്രിയായിരുന്നത്
മൻമോഹൻ സിംഗ് ആയിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. സാധാരണ ഏതൊരു സംസ്ഥാനവും അവരുടെ വികസനത്തിന് വേണ്ടി വീതി കൂട്ടണം ദേശീയപാതയുടേത് എന്നാണ് ആവശ്യപ്പെടാറുള്ളത് എങ്കിൽ കേരളം മാത്രം അതിവിചിത്രമായൊരു നിർദ്ദേശം നൽകിയിരുന്നു, ദേശീയപാതയ്ക്ക് വീതി കൂട്ടാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെയൊക്കെ നിലപാട് സ്വീകരിച്ചിരുന്നവർ ഇപ്പോൾ അത് തിരുത്തുകയാണ്. അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ്. ആ ദേശീയപാതയിൽ മേലുള്ള അവകാശ തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ അധികാരത്തിലേക്ക് വരുന്നത് UDF ആയിരിക്കുമോ അല്ലെങ്കിൽ LDF ആയിരിക്കുമോ എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഈ PM ശ്രീയെ എതിർക്കുന്നവർ ചിലപ്പോൾ അനുകൂലിച്ചേക്കാം. എന്തായാലും ഇപ്പോൾ UDFന്റെ ഒരു പൊതു നിലപാട് എന്നത് ഈ PM ശ്രീ പദ്ധതിയെ എതിർക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് സ്വീകരിക്കാൻ മറ്റ് ഘടകകക്ഷികൾ നിർബന്ധിതരാകും. അതിലേറ്റവും ശക്തമായ എതിർപ്പ് ഉയർത്താൻ പറ്റുന്നത് മുസ്ലിം ലീഗിന് തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഈ PM ശ്രീ പദ്ധതി എന്നത് കാവ്യവൽക്കരണം ആണ് എന്ന് പറയുന്നത്. അതായത് ചരിത്രത്തെ തെറ്റായി എഴുതുന്നു, ഇതുവരെയുള്ള ചരിത്രത്തെ മാറ്റി നിർത്തുന്നു. ഇതുവരെയുള്ള നമ്മുടെ പാഠ്യപദ്ധതികൾ എന്നത് ഭരണഘടനാ അനുസൃതത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു, ഭരണഘടനയാണ് ഉയർത്തിപ്പിടിച്ചതെങ്കിൽ ഈ PM ശ്രീ പദ്ധതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പാഠ്യപദ്ധതികൾ എന്നത് ഹിന്ദുത്വയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അത്തരം വിഷയങ്ങളാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണത്തിൽ ഏറ്റവും പ്രധാനമായും മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടി മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് കാവ്യവൽക്കരണത്തിനുള്ള പാത തുറന്നു കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന വിമർശനം ആണ് ഉന്നയിച്ചത്. മാത്രവുമല്ല, ചില ചോദ്യങ്ങൾ കൂടി മുസ്ലിം ലീഗ് ചോദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ നടക്കുന്നുണ്ട്. തമിഴ്നാട് സർക്കാർ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് PM ശ്രീ പദ്ധതിയെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നിയമവിദഗ്ധരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 തരം ഗ്രാൻറ്റുകളുണ്ട്. ഒന്ന് നിർബന്ധിതമായ ഗ്രാൻറ്റുകൾ ആണ്, അത് കേന്ദ്ര സർക്കാരിന് തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല. പക്ഷേ ആർട്ടിക്കിൾ 282 അത് കൃത്യമാണോ എന്നറിയില്ല, 275 282 എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ആ 282 അനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന ഗ്രാൻറ്റുകളിൽ കൃത്യമായ നിയന്ത്രണങ്ങളും ചട്ടങ്ങളും ഒക്കെ നടത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ആ ചട്ടം അനുസരിച്ചാണ് PM ശ്രീ പദ്ധതി എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും മുസ്ലിം ലീഗ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അടിമുടി വിമർശിക്കുന്ന സംസ്ഥാന സർക്കാർ തമിഴ്നാടിനെ പോലെ ഈ വിഷയത്തിൽ കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന്. ഇന്ത്യയിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കാച്ച് ദം യങ്, കുട്ടികളെ കണ്ടുപിടികൂടുക. എന്നിട്ട് എന്ത് ചെയ്യാം? സഫ്രോണൈസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റി കഴിഞ്ഞു. റെഗുലേറ്ററി ബോഡികളെല്ലാം തന്നെ സ്വാധീനത്തിലായി. NCERT അങ്ങനെ വന്നു, UGC വന്നു, മറ്റെല്ലാ റെഗുലേറ്ററി ബോഡികളും വർഗീയവൽക്കരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് NP 2020. അതിനെ തീർച്ചയായിട്ടും എതിർക്കേണ്ടതുണ്ട്. അതിന് പകരം ചെമ്പട്ട് പരവതാനി വിരിച്ചിട്ട് അവർക്ക് പ്രവേശനം കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനമാണ്. അത് കാപ്പറ്റ്യമുണ്ടെന്ന് ഞങ്ങൾ മാത്രമല്ല പറയുന്നത്, അവർ തന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർ ഘടകകക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും തെറ്റായിട്ട് നയത്തെ എതിർക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് ഇത്ര ശക്തമായിട്ട് എതിർപ്പുകളുള്ളത്. അവർ യഥാർത്ഥം ചെയ്യുന്നത് അവരെ വളർത്തിക്കൊണ്ടുവരാൻ, അവരുടെ ഫാസിസ്റ്റ് പ്രവണത വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഈ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തിയത്. യെസ്, ഈ ചോദ്യമാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ PM ശ്രീ പദ്ധതിയിൽ അംഗമായി അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിക്ക് കൈകൊടുത്തതിനെ ABVP പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും മറ്റു വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ അതിനെ എതിർക്കുകയാണ്. സാധാരണ ഈ പ്രതിഷേധത്തിന് മുൻനിരയിൽ നിൽക്കേണ്ടത് SFI ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ SFI അങ്ങനെ വലിയ പ്രതിഷേധത്തിലൊന്നും ഇല്ല. സർക്കാരിനെ അവർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് പിന്മാറണമെന്നൊരു അപേക്ഷയാണ് നൽകിയിട്ടുള്ളത്. എപ്പോഴും SFI പറയുന്നത്, SFIക്ക് അങ്ങനെ CPIയുമായി അങ്ങനെയുള്ള ബന്ധമൊന്നുമില്ല, ഞങ്ങൾ സ്വതന്ത്രമായി തീരുമാനം എടുക്കുന്നവരാണ്, ഞങ്ങൾ അവിടെ നീതിയുക്തമായ തീരുമാനമല്ല എങ്കിൽ ആർക്ക് നേരെയും പ്രതിഷേധമൊക്കെ ഉയർത്തുമെന്നാണ്. പക്ഷേ ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ്. അത് SFIക്കും അറിവുള്ളതായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ അത്തരം വലിയ പ്രതിഷേധങ്ങളെയൊക്കെ കാണാത്തത്. പക്ഷേ AISF, AIYF അത് രണ്ടും CPIയുടെ വർഗ ബഹുജന പോഷക സംഘടനയാണ്, വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിൽ നിന്ന് ഇന്നും അവർ പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പോഴും ആ പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇന്ന് സംയുക്തമായി AIYFിൻ്റെയും അതോടൊപ്പം തന്നെ AISFിൻ്റെയും സംയുക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. കോട്ടയം പ്രതിഷേധം നടന്നു. ആ പ്രതിഷേധക്കാർ പോലീസിന്റെ ബാരിക്കേഡൊക്കെ മറികടക്കാനുള്ള ശ്രമമൊക്കെ നടത്തി, ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് പ്രവർത്തകർ പിന്മാറുന്ന സാഹചര്യം ആണ് ഉള്ളത്.
അതിശക്തമായ പ്രതിഷേധങ്ങൾ ആണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് AISFന്റെയും AIYFന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രതിഷേധങ്ങൾ തുടരുക തന്നെയാണ്. ഈ പ്രതിഷേധങ്ങൾ എത്ര കനത്താലും നിർണായകമായ തീരുമാനം എടുക്കേണ്ടത് ഇനി CPI ആണ്. CPIയുടെ ഉന്നതതല യോഗങ്ങൾ ചേരാനിരിക്കുന്നതേയുള്ളൂ. ആ യോഗത്തിന് ശേഷമായിരിക്കും CPI നിലപാട് പറയുക. ആ നിലപാട് എന്തായിരിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതിൽ മന്ത്രിമാരെ പിൻവലിക്കുന്നത് പോലെയുള്ള അതിശക്തമായ നീക്കത്തിലേക്ക് CPI പോകുമോ? അതിനപ്പുറത്ത് മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമീപനം ആയിരിക്കുമോ CPI സ്വീകരിക്കാൻ പോകുക? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.